എനിക്കറിയാം. ഇത് ഇച്ചിരി കുടിച്ചിട്ട് കിടന്നാ മതി. ഇച്ചിരി കുടിച്ചിട്ട് കിടന്നാ അവർ ഉറങ്ങിയല്ല. അയ്യോ കഞ്ഞി കുടിച്ചില്ലെങ്കിലാ ഉറങ്ങിയല്ലാത്തത്. ആ എനിക്കറിയാം. എനിക്ക് പറ്റിയല്ല. എനിക്ക് പറ്റിയല്ല. എനിക്കറിയാന്നേ കഞ്ഞി തന്നില്ലെങ്കിൽ ഉറങ്ങിയാലെന്ന്. എന്നെ കിടത്തി ഉറക്കിയല്ല. എനിക്കറിയാം കേട്ടോ. തള്ളിപ്പോന്നു. ഞാനിവിടെ തുടയ്ക്കാൻ നേരത്ത് പരിച്ചതാ. പിന്നെ വേണോ ഒരെണ്ണം കൂടെ തരട്ടെ? വേണ്ട വേണ്ട കൊടുക്കടാ ഒരെണ്ണം കൂടെ. കഞ്ഞി കുടിക്കില്ലായിരിക്കും. നീ കുരിശാഴ്ച ചേർക്കാൻ പോവാ. ഇപ്പൊ കുരിശ് കഴിഞ്ഞില്ലേ? കുരിശ വരച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു. നീ കണ്ടാ മതി. കഞ്ഞി കുടിക്കണ്ടേ? അത്താഴം കഴിക്കണ്ടേ? വേണമെങ്കിൽ കുടിച്ചാൽ മതി. ആർക്കും നിർബന്ധമില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പഴത്തിന്റെ തൊലിയൊക്കെ ഇങ്ങോട്ടാ. കനിയാണെങ്കിൽ ചതച്ചാൽ മതി. ഒത്തിരി ഒന്നും വേണ്ട. ഞാൻ വന്നിട്ട് എന്തേ പോയോ? ആരാ? വിവാൻ. വിവാൻ അകത്തോട്ട് പോയെന്നാണ്. ആരാണ്ട് കൂട്ടുകാർ ഫോൺ വിളിക്കുവാ. കൂട്ടുകാരെ ഫോൺ വിളിക്കുവാ. എന്നിട്ട് പോയോ? ഫോൺ വിളിക്കുവാന്ന് അവനെ. അവിടെ പറയുന്നത് കേൾക്കത്തില്ലേ? ഇവിടെ ഉണ്ടോ? കഞ്ഞി കുടിക്കണ്ടേ? അത്താഴം എടുത്തോണ്ട് വരുന്നു. അത്താഴം എടുത്തോണ്ട് വരുന്നുണ്ടേ. കൈ കഴുകിയിട്ട് വരൂ. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളാ? ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മ കുടിച്ചോണ്ട് കിടന്നില്ല. ഞങ്ങളെ ഉറക്കിയില്ല. അതുകൊണ്ടാ മെയിൻ കാര്യം. ഇച്ചിരി എങ്കിലും കുടിച്ചില്ല എലിക്കുട്ടിയമ്മ ഉറങ്ങിയില്ല. വായിക്കോട്ടായും വിട്ടുകൊണ്ട് ഇവിടെ ഒന്നില്ല. അതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാൽ മതി. ഇപ്പോൾ കഞ്ഞി എടുത്തുകൊണ്ട് വരും. പോയി കഴുകിയിട്ട് പോര്. കൈ പോയി കഴുകിക്കോ. ഇത് കാണാതെ പോയില്ല കേട്ടോ. കഞ്ഞി ഇവിടെ എടുത്ത് വെച്ച് അമ്മ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അമ്മ നിങ്ങൾ കാണുന്നതാണോ? അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇച്ചിരി കുടിക്കണം. ഇച്ചിരി കുടിച്ചില്ല ശരിയായില്ല. നീ ഒരു ദിവസം 2 ദിവസം 2 നേരം കഞ്ഞി കുടിച്ചിരുന്നുണ്ട്. ഒന്നും വരാൻ. ആര് പറഞ്ഞു വരാനില്ലെന്ന്? പിന്നെ ചില ദിവസം എലിക്കുട്ടിയമ്മ കുടിക്കുകയില്ല. അത് വേറെ കാര്യം. അപ്പം വേറെ ആരെങ്കിലൊക്കെ തിന്നുന്നുണ്ടാവും. വലിയൊരു കടൽ കുതിരൊരു കട്ടില്ല. അതൊക്കെ അതെ. അല്ല നീ ഇപ്പൊ ഈ ഇങ്ങനെ കഞ്ഞി കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വലിയ കഥയൊന്നുമില്ലെന്ന്. കഥയില്ല, പക്ഷെ ഞങ്ങൾക്ക് കഥയുണ്ടാവും. കിടക്കാം. ഇത്ര നേരം കിടക്കുമല്ലായിരുന്നോ? ഇത്രയും നേരം കിടക്കുമ്പോൾ പ്രാർത്ഥന ആയിരുന്നല്ലോ. ആ പ്രാർത്ഥനയുടെ എനർജിയൊക്കെ എനർജിയൊക്കെ തീർന്നില്ലേ? പ്രാർത്ഥന ചെല്ലേ. അതുവരെ ഓരോ കാര്യം നടക്കുമല്ല. ആണോ? നടക്കുമല്ല. നിനക്ക് ചെയ്തേ? നടക്കുമല്ല. നിനക്ക് ചെയ്തേ? എന്നെ ഭയങ്കര പ്രാർത്ഥന. അതിന് മുമ്പ് പ്രാർത്ഥന ഒത്തിരി ഉണ്ടായിരുന്നു. തുണി അലക്കാനാ? ഒത്തിരി സമയം എടുക്കണ്ടേ? തുണി അലക്കാനാ ആണോ? ഈ മഴയത്ത് എവിടെ കൊണ്ടാ തുണി അലക്കി ഇടുന്നേ? ഈ മഴയത്ത് തുണി എവിടെ കൊണ്ടേ അലക്കി ഇടുന്നേ? അത് മഴയത്ത് എവിടെയെങ്കിലും പിഴിഞ്ഞ് അഴയുള്ളിടത്ത് അഴയിൽ വെച്ചാൽ മതി. നാളെ വെയിലില്ലല്ലോ. വെള്ളം ചുവ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. വെള്ളം ചുവ പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. പക്ഷെ വെയിലില്ലല്ലോ. വെയില് തെളിയുന്നില്ലല്ലോ. മൂടിക്കിട്ട് നിൽക്കുമല്ലേ. അവിടെ കഞ്ഞി എടുക്കുക. വേണമെന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ. നീ പേരിക്കുട്ടം അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് കഞ്ഞി വേണമെന്നുള്ളതുകൊണ്ടാണ്. എടുക്കുന്നുണ്ടോ കൊണ്ടുവരുന്നുണ്ടോ നോക്കിയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നൊരു ഹൈപ്പ് ചെയ്യണ കാര്യം മറന്നു പോകുന്നു, ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നു. അപ്പം നമ്മളത് പറയുന്നില്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇൻട്രോയ്ക്കകത്ത് വെക്കുന്നില്ല. ഇൻട്രോ ഒന്നും വെക്കുന്നില്ല. വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. ഒത്തിരി നാളായില്ലേ ഇൻട്രോ വെച്ച് ബോറടിപ്പിച്ച് അല്ലേ? എലിക്കുട്ടിയമ്മ അത് കേട്ട് ചിരിക്കുക. എന്തൊക്കെയോ പറയുന്നു. ലോകം മുഴുവനും അമ്മ എലിക്കുട്ടിയമ്മ ഫേമസ് ആയ കാര്യം എലിക്കുട്ടിയമ്മയ്ക്ക് അറിയത്തില്ല.
പാവോ കഞ്ഞി ഇരിക്കാണോ? ആ വാ വാ കഞ്ഞി കറിയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ മോളെ കാണാവേ. അതാ ഞാൻ പറഞ്ഞ അതാ പഴത്തിന്റെ ഇതല്ലേ, എന്നാ പഴത്തൊലിയിലെ പഴം തിന്നതിന്റെ. അല്ല ഉച്ചത്തെ കഞ്ഞി കുടിച്ചല്ലേ അല്ല അതവിടെ ഇവിടെ ഇപ്പൊ പഴം തിന്നതിന്റെ ഇത് അതിന്റെ ആ തണ്ടിന്റെ അറ്റത്തെ പൂ ഇരുന്ന് ഉണങ്ങി അത് തന്നെ പഴത്തിന്റെ പൂ ഇരുന്ന് തുടങ്ങിയത്. കടിച്ചു വരിക്കണം. അത് അവിടെ കിടക്കണം അല്ല ഇത് കൂട്ട്. നടക്കത്തില്ല. ആ ഇനിയിപ്പോ ചെരുപ്പിട്ട് നടക്കണം, തണുപ്പൊക്കെ ആയില്ലേ. ഇനിയിപ്പം അല്ല സോക്സ് ഇടിക്കണോ? സോക്സ് ഇട്ടാൽ നടക്കലായിരിക്കും. സോക്സ് ഇട്ടപ്പോൾ അലർജി ഇതായിരിക്കും, അതായത് കുഴപ്പം. തണുപ്പ് ചെരുപ്പിട്ട ഇടത്തുമില്ല, അത് വേറെ ആയിരിക്കും ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട്. കഴുകിയിട്ട് വാ, ഒന്ന് കഴിച്ചോ. പോയി കഴിക്കാം. ആരെങ്കിലും ഈ കൂടെ ഇരിക്കണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ, എലിക്കുട്ടിയമ്മയുടെ ഓരോ കാര്യങ്ങൾ. പോയിരുന്ന് കഴിക്കും, പോയിരുന്ന് കഴിക്കും കഞ്ഞി. എന്നാ പറ്റിയേ എന്നാ പറ്റിയെന്ന് ഏണ്ട് പറയുന്നുണ്ടല്ലോ അവിടെ ഒന്ന്. ആ എവിടെ പോവാ? കഞ്ഞി കുടിക്കാൻ ഇരുന്നില്ലേ? ഇല്ല ഇനി വന്നില്ല. വാ മനസ്സിലായോ? ഞാൻ ആദ്യം വന്നിരുന്ന് തിന്നുന്നതിന്റെ കാര്യം അതാണ്. അവിടെ ആരും ഇല്ലെന്നേ. എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ല ഇവിടെ ഇരിക്കല്ല, ഓരോ സ്ഥലത്തും ഇരിക്കുവേ. അതെ കഞ്ഞി എടുത്ത് കുടിച്ചേ. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ പറയട്ടോ, അല്ലെ പുറകെ കൊണ്ടുവരണം. അതിന് വേണ്ടിട്ടാ. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കിട്ട് പറ. ഉപ്പോ? ആ അവിടെ ഇരിക്കേ. ഉപ്പും പുളിയൊക്കെ ഉണ്ടാവോ? ഇല്ല നോക്കിയില്ല. കുറ്റമ്മ കറിയൊക്കെ ചകഞ്ഞ് നോക്കണേ ഉള്ളൂ. എല്ലാം തലി പൊട്ടിക്കാം. എന്നാ വച്ച തട്ടേന്ന് താഴെ പോയത്, തട്ടേന്ന് താഴെ പോയതാന്നേ. താഴെ പോയതാ? കഞ്ഞിയെ കുടിച്ചോ? ഇല്ല കുടിക്കാറായില്ലേ, കുളിക്കണം. കുളിച്ചില്ല, കുളിച്ചിട്ട് വേണം. സമയം ഒത്തിരി ആയില്ലേ? ഇത് കുടിച്ചിട്ട് കിടക്കണ്ട. ആ കിടക്കണം. കുട്ടിയമ്മ മീൻ്റെ ഒരു വശം തിന്നു, ഒരു വശം വെച്ചിരിക്കുക. അത് ആ കൂട്ടത്തിലോട്ട് അങ്ങ് വെച്ചേക്കാം. അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാനെടുത്തല്ല, അതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇങ്ങനെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഒരു മീന്റെ പകുതി വശം തിന്ന് തീർത്തതൊക്കെ അറിയാം. അതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ എങ്ങനെ ഇരുന്നു. അതൊന്നും എടുക്കാറില്ല. അപ്പൊ നിങ്ങൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ട്. അനുഭവം കൊണ്ടൊക്കെ. അപ്പൊ ഈ പാത്രത്തിലിരുന്ന കഞ്ഞി എന്തിയേ? ഈ പാത്രത്തിലുണ്ടായിരുന്ന കഞ്ഞി എന്തിയേ? എന്ന് ഇച്ചിരി മുമ്പേ ഇവിടെ കൊണ്ടുവച്ച കഞ്ഞി എന്തിയേ? മുമ്പോ? ഇച്ചിരി മുമ്പേ ഇവിടെ കൊണ്ടുവച്ച കഞ്ഞി അതല്ലേ ഇപ്പൊ ഞാൻ കുടിക്കാൻ എടുത്തത്, കുടിച്ചത്. അപ്പൊ അതിന്റെ കൂടെ തന്ന മീനല്ലേ ഇത്? ആ മീൻ വെച്ചത് ഇത്. ആ അതിന്റെ ഇത് ഒരു വശം തിന്ന് തീർത്തില്ലേ? അതിന് അത്രയും വേണ്ട. എന്നാ പറയണ്ടേ എനിക്ക് ഒരു വശത്തിന്റെ പകുതി തന്നാ മതിന്ന്. ആ ഇച്ചിരി തന്നു ഞാൻ ഇങ്ങനെ തിന്നിട്ട് കുറച്ചു കൊടുക്കുകയും പറയും ഇത് ഇച്ചിരിയേ ഉള്ളെന്ന് എന്നോട് പറയും. അതുകൊണ്ടാണ് ഞാനിത് മുഴുവനും കൊടുക്കുന്നത്. മുഴുവനും കൊടുത്തു കഴിയുമ്പം പറയും ഇത്രയും കൂടുതലാന്ന്, ഒരു വശം മതിയെന്ന്. ഞാൻ എന്നാ ചെയ്യണ്ട? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു കേട്ടോ? ഇത് പറയും ഇന്ന് കൊണ്ടേ ആ കൂട്ടത്തിൽ കൊണ്ടേ ഇടാൻ, ഇതിന്റെ കൂട്ടത്തിൽ വെച്ചേക്കാൻ എന്നോട് തിന്നോളാൻ പറഞ്ഞു. അത് അങ്ങനെയാ, കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. പിന്നല്ല എന്നാ സാധനമായാലും ഭക്ഷണം കൊണ്ടുവച്ചൊക്കെ എന്നും പറഞ്ഞാൽ എല്ലാം ഏലിക്കുട്ടിയപ്പോ പറയുന്ന അങ്ങ് അനുസരിച്ച് വിട്ടേക്കാനേ പറ്റുള്ളൂ. ചുമ്മാ അതൊക്കെ തടസ്സമായിട്ട് കളയാനല്ല, ചള്ള എടുത്ത് നോക്കിയിട്ട് ഉപയോഗിക്കാൻ കൊള്ളിയില്ലാത്താണ് കളയണം. അപ്പൊ ഇത് നല്ലതാണ്, നാളത്തേക്ക് വെച്ചേക്കാനാണോ പറയണേ? ഇതോ? ആ ഇത് അടുപ്പ വെച്ച് ഇനി ചൂടാക്കണം. എന്നിട്ട് നീ ആദ്യം വെച്ചിട്ടില്ലേ, അതെടുക്കുമ്പോ അതിന്റെ കൂടെ വെച്ചിട്ട് പിന്നെ ഇനി എടുത്താൽ മതി. നാളെ ഇത് ഉണ്ടാക്കി തന്നാക്കട്ടെ? എങ്ങനെ? നാളെ ഈ മീൻ ചൂടാക്കി തന്നാ മതിയോ ഈ കുട്ടിയമ്മയ്ക്ക്? ഞാനിപ്പോ ഇങ്ങോട്ട് നാളെ വന്നില്ല. ഞാൻ നാളെ ഇവിടെ ഇല്ല. നീ തന്നെ തിന്നണം.
ഞാനിതും മരുമല്ല. ഞാനിന്ന് പോവും. എനിക്ക് നേരവുമില്ല, വീട്ടിലാളുമില്ല. ആ വീട്ടിൽ ആളില്ലാത്തടത്താ. ഇപ്പൊ കഞ്ഞി കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അവിടെ വെക്കാൻ ആളില്ലല്ലോ. അതെ ഇത് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാ. കേട്ടല്ലോ എല്ലാവരും. അങ്ങനെയൊന്നുമില്ല. പിന്നെ കഞ്ഞി എവിടെയായാലും കുടിക്കും. ആ വീട്ടിൽ വെപ്പില്ലല്ലോ. അവിടെ ആളില്ലാത്തോണ്ട് വെപ്പില്ലല്ലോ. ആളില്ലാത്തത് കൊണ്ട് അവിടെ വെപ്പൊന്നും ഇല്ല. ആര് പറഞ്ഞു? ആ അവിടെ കഞ്ഞി വെക്കും. എന്നാ തരിയില്ല. ഒരാളോ രണ്ടാളോ കഞ്ഞി വെക്കും. എന്നാ തരിയല അഞ്ഞിട്ടാ. കുറേശ്ശെ വെക്കോളൂ. എന്നാ തരിയല തികയല. മതി. അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കഞ്ഞി കുടിക്കാൻ. കുട്ടിയമ്മ പിന്നെ പിന്നെ ഈ പോണതാരാ? ഇങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ വന്നൊന്നും അല്ല അല്ലേ? വന്നപ്പോ അറിയാതെ കുടിച്ചു പോയാ. എലിക്കുട്ടമ്മയുടെ വീട്ടിലോട്ട് എലിക്കുട്ടമ്മ വരേണ്ട കാര്യമുണ്ടോ അല്ലേ? എലിക്കുട്ടമ്മയുടെ വീട്ടിലോട്ട് എലിക്കുട്ടമ്മ വരേണ്ട കാര്യമുണ്ടോ? എലിക്കുട്ടിയുടെ വീട്ടിലോട്ടേ എലിക്കുട്ടി വരേണ്ട കാര്യമുണ്ടോ? ആ ഇവിടെ തന്നെ നിൽക്കുമല്ലേ? ഇവിടെ തന്നെ നിൽക്കുമല്ലേ? ആ പിന്നെ ചിലപ്പോൾ വന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയൂ ഇത്. ആ അത് തന്നെ. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഇവിടെ തന്നെ നിൽക്കുക. പിന്നെ എലിക്കുട്ടിയമ്മ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കൃത്യം വന്ന്. അതെ അതെ. ഇല്ല ലോഡ് നടക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഇനി മിണ്ടത്തില്ല. വായു വെള്ളം കൊണ്ടിരിക്കുവാണ്. ഇനി അത് ഉപ്പാതെ അമ്മ മിണ്ടത്തില്ല. ഒരു ചിരി. വായു വെള്ളം കൊണ്ട് അവിടെ തന്നെ ഉപ്പിന്ന് തോന്നുന്നു. ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോവാ. ചോറ് എത്ര നേരമായി ഇട്ട് വെച്ചിട്ട്. ആ ഇരിക്കുന്ന കൊച്ചിനെ വിളിച്ചോണ്ട് പോവാ. അവിടെ ഒരു കൊച്ചിരിപ്പുണ്ട്. പിന്നെ അവിടെ ഒരു കൊച്ചിരിപ്പുണ്ടെന്ന്. കൊച്ച്. ആ ഏത് കൊച്ചു? വിവാൻ. എല്ലാവർക്കോ? ആ എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വരാൻ പറ. എത്ര നേരമായി ഇത് വിളമ്പി വെച്ചിട്ട്. ഞാൻ വിളിച്ചിട്ട് വന്നില്ല. അമ്മയെന്ന് വിളിക്കും. വഴക്ക് പറയണേ. ഇപ്പൊ കാണാൻ വഴക്ക് പറയുള്ളൂ. എന്താ മഴയായിരുന്നു? ഭക്ഷണം കഴിയും. നീ ഇവിടെ ഇരിക്കുന്നിട്ട് കാര്യമുണ്ടോ? ഏറ്റുവാ ദേശം കിടക്കാൻ നോക്കും. അവിടെ ഇരുന്നിട്ട് എന്നാ കിട്ടാണ്? എന്നാ കാര്യത്തിലാണ് വന്ന് കഴിക്കും. അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. നീ ഇല്ലാതുള്ളൂ. പിന്നെ എന്തിനാ കൊച്ചു ഇവിടെ വന്നിരിക്കുന്നു? തന്നെയല്ലേ ഉള്ളൂ. എന്നാലും ഇവിടെ വന്ന് എല്ലാത്തിലും അവൻ മാത്രമേ ഒരു കൊച്ചു. കഴിക്കാൻ പറ. വിവാഹം മാത്രം. ആ ദിവാ മാത്രമേ ഉള്ളന്നേ. മൂളിക്കൊണ്ടിരിക്കുവല്ലേ? നീ എവിടെ ഇറങ്ങണം? ആരോടാ? മകൻ അമ്മയുടെ മകൻ. ആരോടാണ്? കിടക്കാൻ പറഞ്ഞോ? ആ കിടക്കാൻ എവിടെയാണ്? കിടക്കണ എവിടെയാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? എവിടെയാ കിടക്കണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? എനിക്കോ? ആ ഞാനിങ്ങനെ അറിയണം. പിന്നെ അമ്മ കിടക്കുന്ന കട്ടിലും കട്ടിലേക്ക് അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. അതിലൂടെ സ്ഥിരം കിടപ്പല്ലല്ലോ. ഇല്ലേ? വല്ലപ്പോഴും ഒന്ന് വരുമ്പോഴൊന്നും കിടക്കാനല്ല. ആ വല്ലപ്പോഴും വന്ന് കിടക്കുന്നേ ഉള്ളൂ അല്ലേ? എന്നാ എവിടെയെങ്കിലും കിടന്നോ. എന്നാ എവിടെയെങ്കിലും കിടന്നോളാനേ. വല്ലപ്പോഴും വരുമല്ലേ? എവിടെയെങ്കിലും കിടന്നോ. എവിടെ കിടന്നാലും കുഴപ്പമില്ല. വല്ലപ്പോഴും വരുന്നോണ്ടേ എവിടെ കിടന്നാലും കുഴപ്പമില്ലെന്ന്. ഏത് കട്ടിലെ വേണേലും കിടന്നോ. ആയിക്കോട്ടെ. കിടക്കാൻ പോവാണ്, കഴിക്കാൻ പോവാണ്, എല്ലാം പറഞ്ഞേ പോകുള്ളൂ. ഒരു മുറി എവിടെയാന്ന് പിടി കിട്ടിയോ? കിടക്കണ സ്ഥലം പിടി കിട്ടിയോ? പിന്നെ എവിടെയാ? അറിയാം. എന്നിട്ടാണ് ഈ ചോദ്യം മുഴുവൻ ചോദിച്ചേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പറ്റീരാന്ന്. എല്ലാം അറിയാം. വെറുതെ പറ്റിക്കും. നമ്മളെ പൊട്ടം കൽപ്പിക്കുന്നതാ അല്ലേ? പിന്നെ എന്നാ പിന്നെ മുറി അറിയാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ആരും പറഞ്ഞു തന്നില്ല. ഇവിടെ ആരും ഇവിടെയുള്ളവർക്ക് അറിയത്തില്ല. ഞങ്ങൾക്കറിയാം. അമ്മയ്ക്കറിയാമല്ലോ. ഞങ്ങൾക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. ഇപ്പൊ എങ്ങോട്ടാ പോണേന്ന് നോക്കിക്കോണേ. ഇവിടെ കണ്ടാ മതി. പറിച്ചോണ്ട് പോവാം. ഇതൊക്കെ പറിച്ചോണ്ട് പോയി കിടക്കാൻ തക്കൊണ്ട് വരും. ആ അത് ഫാൻ്റെ സ്വിച്ച് ഇതൊക്കെ അല്ലേ, റിമോട്ടൊക്കെ അല്ലേ, അത് അവിടെ വേണം.
കിടക്കുമ്പോഴേ ഓണാക്കണമെങ്കിൽ അതൊക്കെ വേണം, അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. കിടക്കാനൊന്നും അല്ല, ഉറക്കമൊന്നുമില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഉറക്കമൊന്നുമില്ല. പോവാ നോക്കിയേ, കൂട്ട് കിടക്കാനില്ല, ആൾ ഉറങ്ങിയല്ല. കിടക്കാമല്ലോ. മൂന്നാല് പേർ കിടക്കാം. ഉറക്കമൊന്നുമില്ലേ? നമ്മുടെ കൂടെയാണോ കിടക്കണേ? എവിടെയാ? നിവിന്റെ കൂടെയാണോ കിടക്കണേ? എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയാ അറിയണം? ആ എലിക്കുട്ടിയമ്മ പിന്നെ അതിൽ ഓടി നടക്കണേ കിടക്കാതെ. ഞാൻ കിടന്നിട്ടില്ലല്ലോ. ആ കിടന്നോ, കുഞ്ഞുനാളി കൂടെ കിടത്തിക്കൊണ്ടിരുന്നല്ലേ? കുഞ്ഞുനാളി മുഴുവൻ കൂടെ കിടത്തിക്കൊണ്ടിരുന്നല്ലേ എന്നാ അവനെ? ഇത് കുഞ്ഞിലേ, അവൻ കുഞ്ഞായിരുന്നപ്പം. മിനിഞ്ഞാന്നൊന്നുമല്ല, കുഞ്ഞായിരുന്നപ്പം എലിക്കുട്ടിയമ്മ കൂടെ കിടത്തിക്കൊണ്ടിരുന്നല്ലേ? ഒന്നും ഞാൻ ഇവിടെ വന്നില്ല. ഇല്ലേ? അമ്മ എവിടെയായിരുന്നു അന്ന്? എവിടെയായിരുന്നു? ഞാൻ വീട്ടിലാണ്. ഏത് വീട്ടിൽ? എൻ്റെ വീട്ടിൽ. ആ എൻ്റെ വീട്ടിൽ ഇതൊക്കെയാ. ആ പിന്നെ ജോമളി ഇല്ലാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല, എലിക്കുട്ടിയമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. എന്നിട്ട് ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുന്ന് വന്ന് വീട്ടിലോട്ടാ വന്നത്. അല്ലാതെ പിന്നെ എങ്ങോട്ടാ പോകും? സിനിമ ഇരുന്ന് കാണാൻ വിടുന്നു. സിനിമയാ ഇപ്പൊ സിനിമ കാണിച്ചല്ലേ, അതുകൊണ്ട് എലിക്കുട്ടിക്ക് ഉറക്കം നടക്കുന്നില്ല. ആളിയില്ലാതെ ഉറക്കം നടക്കുന്നില്ല അല്ലേ? ലോകം മുഴുവൻ നടക്കാൻ പറ്റും. അത്യാവശ്യം പ്രമാണിച്ച് എവിടെയെങ്കിലും ഇച്ചിരി പോവുക, വരിക, ആവശ്യപ്പെട്ടതാണ്. കിടക്കണില്ലേ? കിടക്കണില്ലേ? അവരെന്തെല്ലാം കാണിക്കാം. ആ അതേന്ന് കിടക്കാൻ പോകുന്നില്ലേ? നീ കിടക്കുന്നില്ലേ ആരാ? എലിക്കുട്ടിയമ്മ. ഞാനോ? ആ ഞാൻ ഇനി വീട്ടിലോട്ട് പോകും. ആ പിന്നെ വീട്ടിൽ പോക്കാണോ? ഈ വൈകിട്ട് വീട്ടിൽ പോക്കല്ലേ ദിവസം അല്ലേ? കണ്ടാ ചെന്നായി ചെയ്യാനോ? എന്റെ അമ്മ പോയി കിടന്നോമേ, പോയി കിടന്ന് ഉറങ്ങി. ജോമോനെ വിളിച്ചോണ്ട് പോയി, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കിടന്ന് ഉറങ്ങി. കിടക്കാൻ ആ ഇതിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയി കിടന്നുറങ്ങിട്ട് എവിടെ? ആ മുറിയിൽ പോയി കിടന്നുറങ്ങിട്ട്. കുട്ടിക്കോടൊക്കെ പോകണ്ടല്ലോ. എവിടെയെങ്കിലും കിടന്നാൽ നമ്മ പോയി കിടന്നു. ജോമോനെ ഒന്നും കൊണ്ടേ ആക്കും. ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഫാനും ഇട്ടു കൊടുക്കും. ഇത് പിന്നെ വീട്ടിലോട്ട് പോകണം. അതിനാ ആ എന്നാ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പോവാ. അതാ എപ്പോഴാണ് ആവശ്യം അല്ലേ? ഫാൻ ഇടണ്ടേ? ഫാൻ ഇടുന്നില്ലേ? ഫാൻ എന്നാ ഫാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ അടിച്ചുണ്ടാ അങ്ങനെ അടിഞ്ഞ് കിടക്കും. ആ അടഞ്ഞു കിടന്നോട്ടെ. അമ്മക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. ഓ അതെന്നാലും തുറന്നാ പോയി. ഇപ്പൊ അമ്മക്ക് ഉറങ്ങണ്ടേ? കാറ്റ് കിട്ടിയാലും ചൂടും കിട്ടിയാലും ചൂടൊന്ന് കാറ്റ് ഫാനിലിട്ടിരിക്കുന്നേ. അമ്മക്ക് ഇപ്പൊ ഉറങ്ങണ്ടേ? അതിന് വേണ്ടിയാ ഓഫ് ചെയ്ത് കിടന്നോ. കിടന്നോ. അപ്പൊ ഈ ഒച്ചയും ബഹളവും സിനിമ ആയിട്ടുണ്ട് അമ്മ കിടക്കിയല്ലേ. ജോമോള് വരാത്തതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ല. എന്നാലും കിടക്കാൻ സാധ്യതയില്ല. അമ്മ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നതാണല്ലോ. ഇവിടെ ആള് കട്ടിലേ വന്നില്ലെങ്കിൽ അമ്മ കിടക്കില്ല. ഇതുപോലെ അവർക്ക് അറിയാവോ? എന്റെ പെട്ടിയല്ലേ ആയിരിക്കാം. ആ അതൊക്കെ അതെ. പെട്ടിയൊക്കെ എലിക്കുട്ടിയമ്മയുടെ എലിക്കുട്ടിയമ്മയുടെ പെട്ടിയാന്നേ. എന്റെ പെട്ടിയ. ആ കിടന്നോ. ആള് കിടക്കാൻ ഇവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എലിക്കുട്ടിയമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയനെ. ഇതിപ്പോൾ ആള് കിടക്കാനില്ലാത്തതുകൊണ്ടുള്ള വിഷമത്തിലാണ് എലിക്കുട്ടിയമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പോകണം എന്ന് പറയണത് ഇവിടെ വന്ന് ആള് കിടക്കാൻ വേണ്ടി പറയുന്നതാണ്. ആളെ ചെന്ന് കൂട്ടാൻ പോകുന്നതൊക്കെ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇതിനു വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ആള് വന്ന് കിടന്നാൽ എലിക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എലിക്കുട്ടിയമ്മ കിടന്ന് വെച്ചു. അമ്മയും ചാച്ചനൊന്നും ഇല്ല. അമ്മയുള്ളൂ, ചാച്ചനില്ല. അമ്മയുള്ളൂ, ചാച്ചനില്ല. ആര്? അമ്മ എവിടെയുള്ളു? ചാച്ചനില്ലെന്നാ പറഞ്ഞേ. ചാച്ചനില്ലെന്ന്. ചാച്ചൻ ആ എന്നും പറഞ്ഞല്ലേ? ഇല്ല, അമ്മയുണ്ട്. ആ പ്രായമൊന്നും ആയില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഇതൊക്കെ എല്ലാരും സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അമ്മയുടെ 65 വയസ്സുള്ളപ്പോ. 65 വയസ്സുള്ളപ്പോ. 65. മതിയോ? ആഹാ അത് കൊള്ളാം. അപ്പൊ നല്ല പ്രായം കഴിഞ്ഞെന്നാണ്. അത് ശരിയാ. എലിക്കുട്ടിയമ്മ 65. ഓരോ സ്ഥലത്തിനും കൂടി വരും ഓരോ ബുദ്ധിമുട്ട്. എന്നാലും ഓരോ ദിവസം ചെല്ലുന്നോ എന്നാലും അത് നിരാശ. ആണോ?
അലമ്പ. ആ അലമ്പാരാ ഉണ്ടാക്കണേ? ഉം. അലമ്പാരുണ്ടാക്കാനാ? ഏ അലമ്പാരാ ഉണ്ടാക്കണേ? അലമ്പുണ്ടാവും. വേറെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് അവരുമായിട്ട് ഇഷ്ടപ്പെടും. ആ പറഞ്ഞു ആണോ? അത് വേറെ ആൾക്കാർ നോക്കുന്നതൊക്കെ കുറ്റമല്ലേ? ഓ അതിന് വേറെ ആരാ? മക്കളല്ലേ കാണുള്ളൂ? ഏഹ് മക്കളല്ലേ കാണുള്ളൂ, വേറെ ആരും കാണിയല്ലോ. അന്നത്തെ പോലെയല്ല, ഇപ്പൊ ഭയങ്കര നിയമങ്ങളാ. എന്നാ നിയമം? ഉം. എന്നാ നിയമം? എന്നാ എന്നാ നിയമ പണ്ടത്തെ കാലം? അവർക്കൊരു നിയമങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഈ പെട്ടി ഇവിടെ വെച്ചാണ്? ആ എന്തിനാ പെട്ടി ഇവിടെ വെച്ചേക്കണേ? ഏഹ് ആ എന്തിനാ പെട്ടി ഇവിടെ വെച്ചേക്കണേ? എലിക്കുട്ടിയമ്മയുടെ തുണിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് കണ്ടില്ലേ? പുതപ്പ്, സ്വെറ്റർ. കൊണ്ടുപോകാനുള്ളത്. പുതപ്പ് കഴിഞ്ഞ ദിവസം എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടല്ലോ, കൊണ്ട് ചുട്ടി കൂട്ടി വെച്ചാൽ കണ്ടല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് പുതപ്പൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. എലിക്കുട്ടിയമ്മ പുതക്കണ പരിപാടിയൊന്നും ഇല്ല ഇപ്പം. എത്ര നാളായി? ഒത്തിരി നാളായി, ഏഹ് ഒത്തിരി നാളായി. പെട്ടി കൊള്ളിയില്ലാത്ത അല്ലേ? ഏഹ് പെട്ടി കൊള്ളിയില്ലാത്ത രീതിയിലായി. അപ്പോൾ എലിക്കുട്ടിയമ്മ പുതയ്ക്കുന്ന പരിപാടിയൊന്നും ഇപ്പം ഇല്ല. എലിക്കുട്ടിയമ്മ കൊണ്ട് ചുട്ടി കൂട്ടി അങ്ങ് വെക്കും. അതാണ് ഇങ്ങനെയുള്ളവരുടെ കുഴപ്പങ്ങളൊക്കെ കിടക്കുന്നത്. ലൈറ്റ് ഓഫ് ചെയ്താക്കട്ടെ? ലൈറ്റ് ഓഫ് ചെയ്താക്കട്ടെ? ഏഹ് ലൈറ്റ് ഓഫ് ചെയ്താക്കട്ടേക്കെന്ന്. എവിടെയാ? ഈ ലൈറ്റേ. ഇവിടെയാ? ആ അപ്പൊ അവിടെ നോക്കാൻ പറ്റും. അപ്പോൾ എലിക്കുട്ടിയമ്മ കിടക്കണ്ടേ? എനിക്ക് എന്നായിരുന്നു കുഴപ്പമില്ല. എലിക്കുട്ടിയമ്മ കിടക്കുമല്ലേ? ഏഹ് കിടക്കുമല്ലേ? ആ എന്നാ ഓഫാ കിടന്നോ. എന്നിട്ട് കൊച്ചോടെ കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. ആ അത് കുഴപ്പമില്ല, വീട്ടിലോട്ട് പോവാം. ഉടനെ വരവും പോക്കൊന്നുമില്ല. ആ അതൊന്നും കുഴപ്പമില്ലെന്നേ. ഉം. പിന്നെ ഉടനെ വരുമൊന്നും വേണ്ട. എന്നാ കിടന്നോ. ഉം. 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 കൂട്ടാ. ആ ഊരാപ്പിരിട്ടാ. ഉം. അതെന്നെ ഉറങ്ങണ സമയമായിരുന്നേ. ഊരാപ്പിരിട്ടില്ലേ? ഇരുട്ട് നമ്മൾ കിടന്ന് ഉറങ്ങണ്ടേ? ഉം. ആ എത്ര നേരം പെട്ടെന്ന് കിടക്കില്ല. പിന്നെ എത്ര നേരം വെട്ടം കിടന്നതല്ലേ? ഇനിയിപ്പോൾ എന്തിനാ വെട്ടം? വെട്ടം കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എലിക്കുട്ടിയമ്മ കിടന്ന് ഉറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം, പക്ഷേ 90% ഉറങ്ങാൻ സാധ്യതയില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പം ഉറങ്ങിയേക്കുമായിരിക്കും. ഇല്ലെങ്കിൽ ഈ സൗണ്ടും കേട്ടുകൊണ്ട് ആളെ കാണാത്തതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഏറ്റ് വരാനാണ് സാധ്യത. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.